ഇന്ന് അയാളെ മക്കൾക്ക് ആഹാരം കൊണ്ടുവരാറുള്ള വീട്ടുകാരൻ അയാള് ജയിലിലായല്ലോ. എന്റെ അയൽവാസിയായിരിക്കുന്ന ഈ കുട്ടികൾ, ആ സ്ത്രീ, അദ്ദേഹത്തിന്റെ ഭാര്യ പട്ടിണിയിലാണല്ലോ എന്നുള്ളത് റബ്ബേ എന്നോട് നീ ചോദിക്കുമല്ലോ. അയൽവാസി പട്ടിണി കിടക്കുമ്പോ എങ്ങനെയാ നിങ്ങൾ ആഹാരം കഴിച്ചതെന്ന് ചോദിക്കൂല്ലേ? നീ എങ്ങനെ ആഹാരം കഴിച്ചതെന്ന് അല്ലാഹു തആല എന്നോട് ചോദിക്കൂല്ലേ? അതുകൊണ്ട് എന്തായാലും അയാളെ രക്ഷപ്പെടുത്തണം. അയാളെ ജയിലിൽ അങ്ങനെ ഇട്ടാൻ പറ്റൂല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സാമൂഹ്യ പ്രവർത്തകരോട്, ജിദ്ദ മോങ്ങം മഹല്ല് കമ്മിറ്റിക്കാരോട്, ഈ ഇരിക്കുന്ന സുഹൃത്തുക്കളോട്, എന്നോടൊക്കെ എനിക്ക് പറയാനുള്ള സന്ദേശം അതാണ്. അവർ കുറെ കരുണിയന്മാരാണെങ്കിൽ അവരാ വൈക്ക് അവരങ്ങനെ പോയിക്കോട്ടെ. നമ്മളിങ്ങനെ റിലീഫും പിന്നെ കുട്ടികളെ കെട്ടിക്കണ എനിക്ക് സഹായിക്കലും പാവങ്ങളൊക്കെ സഹായിക്കരുതൊക്കെ നമ്മളിങ്ങനെ പോകാന്ന് പറഞ്ഞിട്ട് അവരെ എഴുതിത്തള്ളുന്ന ഒരു സ്വഭാവം അത് പറ്റൂല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നേരെ പോയി എങ്ങോട്ട്? ജയിലിലേക്ക് പോയി. ജയിൽ സൂപ്രണ്ട് ദൂരെ നിന്ന് കാണുകയാണ്. ആരെ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ. പടച്ചവനെ, ആരായി വരുന്നത്? മുസ്ലിങ്ങളുടെ ഇമാം, മുസ്ലിം ലോകത്തിന്റെ ഇമാമായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആണ് വരുന്നത്. മൂപ്പര് മഹാനായ അബൂ ഹനീഫ ഇമാമിനെ ആദരിക്കാൻ വേണ്ടി ജയിൽ സൂപ്രണ്ട് എണീറ്റ് നിന്ന് സ്വീകരിച്ചു. ഇമാമിനറിയാം, ഈ ജയിൽ സൂപ്രണ്ടിന് അറിയാം മൂപ്പര് വരുന്നത്, മഹാനായ അബൂ ഹനീഫ വരുന്നത് ഇയാളെ രക്ഷപ്പെടുത്താൻ ശഫാഅത്ത് പറയാനായിരിക്കും, റെക്കമെന്റ് പറയാനായിരിക്കും. പിന്നെ ഞാൻ വന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ല. ജയിൽ സൂപ്രണ്ടിനോട് പറഞ്ഞു അയാളെ വിടണം, അയാളെ കുട്ടികൾ പട്ടിണിയാണ്. അവപ്പ പറഞ്ഞു, ഈ ജയിൽ സൂപ്രണ്ട് പറഞ്ഞു, ഇയാൾക്ക് ആദ്യമായിട്ടും വന്നാൽ പലതവണ ഉണ്ടായി, നിങ്ങൾ വരുന്നുണ്ടല്ലോ, നിങ്ങളെ ചീത്ത വന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ കുറിച്ചാക്കിക്കുന്നത്. നിങ്ങളെപ്പോലെ ജനങ്ങളിടയിൽ നല്ല മാന്യത ഉള്ള ആളുകളെ നടുറോട്ടിലിട്ട് തെറി പറഞ്ഞ വിഷയത്തിനാൽ, മാന്യന്മാരെ തെറി പറഞ്ഞതിനാൽ കുറിച്ചാക്കിയത്. ഇനിയെങ്ങാനും നിങ്ങൾ ശഫാഅത്തിന് വരാൻ പാടില്ല. ജയിൽ സൂപ്രണ്ടിനും അബൂ ഹനീഫ ഇമാമിനോട് സ്നേഹം കൊണ്ടായത് പറഞ്ഞത്, വെറുപ്പുണ്ടായിട്ടല്ല. ഇനി ശഫാഅത്തിന് വരേണ്ടത് അവസാനത്തെ വട്ടാണ്, വിടുകയാണ്. ഇപ്പൊ വിട്ടോളാം, നിങ്ങൾ പറഞ്ഞുകൊണ്ട് വിടുകയാണ്. വിടുന്ന ഒന്നാമത്തെ തവണയൊന്നുമല്ല, പല ആവർത്തി ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഇനി വിടൂല, നിങ്ങൾ വന്നാലും വിടൂല എന്നറിയാം, ആയിക്കോട്ടെ എന്നറിയാം. ഇനി ഞാൻ ഇവിടെ റെക്കമെന്റിന് വരേണ്ട ആവശ്യം വരൂല. ഇമാം അബൂ ഹനീഫ പറഞ്ഞു, ഇനി ഞാൻ റെക്കമെന്റിന് വരൂല, അതുകൊണ്ട് നിങ്ങൾ വിടും വേണ്ടെന്ന്. ഓക്കെ, അത് അവസാനത്തെ വട്ടല്ലേ? ഓക്കെ, അവസാനത്തെ വട്ടാണ്. വിട്ടു. അവസാനത്തെ വട്ടം അബൂ ഹനീഫ ഇമാമിന്റെ റെക്കമെന്റ് പ്രകാരം ആ കള്ളുകുടിയനായ വ്യക്തി രക്ഷപ്പെട്ടു വരികയാണ്. ഇമാം അബൂ ഹനീഫ മുന്നിൽ നടക്കുമ്പോൾ ഈ മോശമായ രീതിയിൽ നടക്കുന്ന ജനങ്ങളുടെ വഷളായ പ്രവർത്തനങ്ങളുമായി നീങ്ങുന്ന ആ സഹോദരൻ അബൂ ഹനീഫ ഇമാമിന്റെ ബാക്കിൽ വളരെ ഭവ്യതയോടെ നടക്കുകയാണ്. അപ്പോൾ അയാൾ ചിന്തിക്കുന്നു, പടച്ചോനെ, ഞാനൊരു മോശപ്പെട്ടവനാണെങ്കിലും ഞാൻ എപ്പോഴും ഈ അബൂ ഹനീഫ ഇമാമിന്റെ തെറിയാണല്ലോ പറയാറുള്ളത്. കള്ളും കുടിച്ച് വന്നിട്ട്, പടച്ച റബ്ബേ, എന്നെ രക്ഷപ്പെടുത്താനാണല്ലോ അബൂ ഹനീഫ വന്നത്, ജയിലിലേക്ക് പലതവണ വന്നത്. റബ്ബേ, ഞാൻ എന്റെ വാക്കിനൊരു വിലയില്ലെങ്കിലും അബൂ ഹനീഫ ഇമാമിന്റെ വായ കൊണ്ട് പറഞ്ഞ വാക്കിന് വില ഉണ്ടാകണമല്ലോ. ഞാൻ ഇനി റെക്കമെന്റിന് വരൂല, അതിന്റെ ആവശ്യം വരൂല എന്നല്ലേ ഇമാം അവർകൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇനി കള്ളു കുടിക്കൂല റബ്ബേ. അത്തരം പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ വിരമിച്ചിരിക്കുന്നു പടച്ചോനെ. കാരണം അബൂ ഹനീഫ ഇമാമിന് റെക്കമെന്റിന് ഞാൻ വരൂല, അവൻ നന്നാകും എന്നല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കിനൊരു വില കൽപ്പിക്കണമല്ലോ. വാക്കിന് വില ഉള്ള ആളാണല്ലോ. പടച്ച റബ്ബേ, നീ സാക്ഷിയാണ്, ഞാനിനി കണ്ടുപിടിക്കൂല. അബൂ ഹനീഫ ഇമാമിന്റെ ആ ഒറ്റ പ്രവർത്തനം കൊണ്ട്, മുസ്ലിം ലോകത്തിന്റെ ഇമാമായ അബൂ ഹനീഫ ഇമാമിന്റെ പ്രവർത്തനം കൊണ്ട് ആ കണ്ടുപിടിയത് നന്നായി. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. ഇന്നത്തെ കാലത്ത് അത്തരം ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെയുള്ളവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. ആരെങ്കിലും ഒരു തിന്മയുടെ പിന്നാലെ നടക്കുന്നവരാണെങ്കിൽ നമ്മൾ അത്തരം ആ രീതിയിലാണ്. മഹാന്മാരായ എത്രയെത്ര പ്രബോധകന്മാരും സഹാബികളും മുസ്ലിം പണ്ഡിതരും നമുക്ക് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ. അതുകൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ അന്ന് പറഞ്ഞ വാക്കുകളിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. വീണ്ടും ഖദീജ റളിയല്ലാഹു തആല അൻഹ തുടരുന്നുണ്ട്. ഒരൊറ്റ വേർഡ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അച്ചൽ നബിയുടെ ഊറ്റം ഖദീജ ബിന്ദോ ഫാത്താലെ ഏറ്റമതേറ്റം കൂടിയിരിക്കും നേരമേ വഹിയുടെ ജിബ്രീലോട്ടയവന്റെ ചൊൽപ്പടിയാലെ ഒതിത്തം കൊടു സന്തോഷിക്കും ഭാവമേ
പട്ട് പുതച്ചൊരു ഫോട്ടോ കൊടുത്തു തിട്ടം കണ്ടു കൊതിച്ചോരെ മട്ടും പടിവാ സ്വർഗക്കനിയുടെ വെട്ടം കണ്ണിലടിച്ചോരെ പുഞ്ചിരിയൂറിയ നെഞ്ചകമൊളിയാൻ മിന്നി വിളങ്ങി മുമ്പാകെ തഞ്ചമിൽ സൗജത്താക്കിടുവാൻ വിധി തന്നവനിൽ സ്തുതിയൊന്നാകെ നക്ഷത്ര തിരുമുഖവടിവൊത്ത രാജസുന്ദരിയാണ് പുഷ്പിച്ചേകിയ നിക്കാഹ് ചെയ്തോതിയേ. ഖദീജ റളിയല്ലാഹു അൻഹ അന്ന് പറഞ്ഞ ഒറ്റ ആ ഹദീസ് മാത്രം മുഴുവനാക്കിയിട്ട് ഒരു 5 മിനിറ്റിനുള്ളിൽ 10 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തും. ഖദീജ ബീവി റസൂലുള്ളാഹിനോട് പറഞ്ഞ വാക്യം എന്താണെന്നറിയോ? കല്ലാ വല്ലാഹി, സ്വഹീഹുൽ ബുഖാരിയിലെ 1-ാമത്തെ അധ്യായം, കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹ് നിങ്ങളെ ഇടങ്ങേറാക്കൂല നബിയേ. ഇതാണ് ഒരു ഭർത്താവ് എന്തെങ്കിലും മാനസികമായ ടെൻഷനിൽ ഉണ്ടായാൽ ഭാര്യ പറയേണ്ടത് അതാണ്. പിന്നെ കംപ്ലൈന്റ് ഒക്കെ പറയണ്ടെങ്കിൽ പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോഴൊക്കെ പറയാം, അത് വേറെ വിഷയം. സംഗതി ഒരു അബദ്ധം ഒരു പക്ഷേ ഭർത്താവിന്റെ ഭാഗത്താണ് സംഭവിച്ചതെങ്കിലും നിങ്ങളങ്ങനെ അങ്ങനെ പോയി ഇതെങ്ങനെ പറഞ്ഞു അതപ്പ പറയരുത്. അതൊക്കെ കഴിഞ്ഞൊക്കെ ചൂടാറിയിട്ട് പിന്നെ പറയാം. ഖദീജ ബീവി പറഞ്ഞു കണ്ടോ, ഇന്നകല ബസിലുർ റഹിമ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്ന ആളല്ലേ നബിയെ. തക്സിബുൽ മഅദൂമ, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ നബിയെ. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുക്കുന്നു, ആഹാരമില്ലാത്തവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം സംഘടിപ്പിച്ചു കൊടുക്കുന്നു, ഭക്ഷണമില്ലാത്തവർക്ക് അത് കൊടുക്കുന്നു, ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളല്ലേ നബിയേ. അതിഥികളെ സൽക്കരിക്കുന്ന ആളല്ലേ നബിയേ. ഇത്തരം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ലേ. തങ്ങളെ പടച്ച റബ്ബ് കൈവിടൂല്ല നബിയേ. അതാണ് എനിക്ക് അന്ന് ഖദീജ ബീവി പറഞ്ഞ വാക്കാണ്. ഈ മോങ്ങം മാറ്റി റിലീഫ് കമ്മിറ്റിന്റെ ആളുകളോടും ഇതിന് മാസം മാസം പത്രികാല് സംഭാവന കൊടുക്കുന്നവരോടും എല്ലാ നിലക്കും നല്ല നിലക്ക് സഹകരിക്കുന്നവരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളൊക്കെ ഒരുപാട് ദോഷം ചെയ്തവരായ, പാപങ്ങൾ ചെയ്തവരായ ആളുകളാണ്. മുസ്ലിം സമൂഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത്, നമ്മളോട് ഖുർആൻ പറഞ്ഞത് അല്ലാഹു തആല അർഹമുർ റഹീമീനാണ്, കരുണാവാരിധിയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ولو أنهم ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിന്റെ അൻ-നിസാ സൂറത്തിന്റെ 64-ാമത്തെ ആയത്താണ് അല്ലാഹ് പറയുന്നത്, ലവജദുല്ലാഹ തവ്വാബർ റഹീമ. റബ്ബ് തആല വല്ലാതെ കണക്കില്ലാതെ കാരുണ്യം ചെയ്യുന്നവനാണ്. റബ്ബ് തആല എല്ലാ പാപങ്ങളും പടച്ചവൻ പൊറുക്കുന്നവനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, എന്തെങ്കിലും തിന്മകൾ അറിഞ്ഞോ അറിയാതെയോ രഹസ്യമായോ ചെയ്തവരുണ്ടായേക്കാം. പടച്ച റബ്ബിനോട് പൊറുക്കലിനെ തേടുക, റബ്ബ് തആല പൊറുക്കും. അങ്ങനെ പൊറുക്കലിനെ തേടിയാലുള്ള മെച്ചമെന്താണ്? നമുക്ക് ദുനിയാവും കിട്ടും, ആഖിറം കിട്ടും. ജോലിയിൽ ബറക്കത്തുണ്ടാകും, കൃഷിയിലും കച്ചവടത്തിലും എല്ലാത്തിലും ബറക്കത്തുണ്ടാകും. ഇത് ഞാൻ പറഞ്ഞതല്ല, നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞതാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ വിശദീകരിക്കാനുള്ള സമയമല്ലാത്തതുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നിങ്ങൾ അല്ലാഹുവിനോട് മാപ്പിരക്കണം. നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, ഖുർആനാണ് തെളിവ്. സൂറത്ത് നൂഹിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്താൽ റബ്ബ് തആല ആകാശലോകങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കുമെന്ന് നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് നൂഹിൽ ഖുർആനിൽ തന്നെ അത് കാണാൻ കഴിയും. സൂറത്തുൻ നിസാഇന്റെ 64-ാമത്തെ ആയത്താണ് ഞാൻ ഇപ്പോഴോതിയത്.